സ്വന്തം പാർട്ടിയെയും ഭരണകൂടത്തെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ബി.ജെ.പി. എം.പി. അനന്ത് മഹാരാജ് എന്ന നാഗേന്ദ്ര റോയ് നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ ബി.ജെ.പിയിൽ വലിയ കോളിളക്കങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഭരണഘടനാ പദവികൾ അലങ്കരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും പശ്ചിമബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിനെയും പാകിസ്ഥാനി, ബംഗ്ലാദേശി എന്ന് വിളിച്ചാണ് നാഗേന്ദ്ര റോയ് പുതിയ വിവാദത്തിന് കൊടിനാട്ടിയിരിക്കുന്നത്. പശ്ചിമബംഗാളിലെ കൂച്ച് ബെഹാർ ജില്ലയിലെ സിതായ് എന്ന സ്ഥലത്ത് തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്യവെയായിരുന്നു പരസ്യമായുള്ള ഈ അപ്രതീക്ഷിത നീക്കം. സ്വന്തം പാർട്ടിയുടെ സമുന്നത നേതാക്കൾക്കെതിരെ ഒരു എം.പിയിൽ നിന്ന് ഇത്തരമൊരു നിലപാടുണ്ടാകുന്നത് ബി.ജെ.പി. നേതൃത്വത്തെ തന്നെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പ്രസംഗത്തിലുടനീളം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പല നയങ്ങളെയും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. പ്രധാനമായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടവകാശം ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്ന് നാഗേന്ദ്ര റോയ് ആരോപിക്കുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ടാൽ സാധാരണക്കാരായ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്നും സർക്കാർ ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളും നിഷേധിക്കുമെന്നുമാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. വിവാദങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയും അനന്ത് മഹാരാജ് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കപ്പെടുന്നവർക്കായി അമിത്ഷാ ഡിറ്റൻഷൻ ക്യാമ്പുകൾ അഥവാ തടങ്കൽ പാളയങ്ങൾ സ്ഥാപിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കൂച്ച് ബെഹാറിലെ ദിൻഹദയിൽ നടന്ന യോഗത്തിലാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചത്. പട്ടികയിൽ നിന്ന് പേര് പോകുന്നവരെ ഈ ക്യാമ്പുകളിൽ അടയ്ക്കുമെന്നും തുടർന്ന് അവരുടെ ജന്മദേശം തെളിയിക്കാൻ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഇവിടെ തന്നെ താമസിക്കുന്നവരാണ്, പിന്നെ എന്തിനാണ് നമ്മുടെ ഉത്ഭവം തെളിയിക്കാൻ പറയുന്നത് എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തി. ഏറ്റവും വിചിത്രമായ കാര്യം, ഈ പരിശോധനകൾ നടത്താനെത്തുന്ന ഉദ്യോഗസ്ഥർ തന്നെ വിദേശികളാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ ബി.ജെ.പി. എം.പി. തന്നെ ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ്. നാഗേന്ദ്ര റോയിയുടെ ഈ പ്രസ്താവനകൾ പശ്ചിമബംഗാൾ ബി.ജെ.പി. അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യയെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടിക പുതുക്കലും തടങ്കൽ പാളയങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ആരോപണങ്ങളെ തള്ളിക്കളയാൻ ശ്രമിച്ചെങ്കിലും പാർട്ടിക്കുള്ളിലെ ഭിന്നത ഇതിനോടകം തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. എം.പി. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നറിയില്ലെന്നും കേന്ദ്ര നേതൃത്വം ഇതിൽ തീരുമാനമെടുക്കുമെന്നുമാണ് ഭട്ടാചാര്യയുടെ നിലപാട്. ഈ സംഭവത്തോടെ പ്രതിപക്ഷ പാർട്ടികൾ ബി.ജെ.പിക്കെതിരെ ശക്തമായ രംഗത്തെത്തിയിരിക്കുകയാണ്. സാധാരണക്കാരായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയാണ് ബി.ജെ.പി. നടത്തുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് വക്താവ് കുനാൽ ഘോഷ് ആരോപിച്ചു. എൻ.ആർ.സി അഥവാ ദേശീയ പൗരത്വ രജിസ്റ്റർ പിൻവാതിലൂടെ നടപ്പാക്കാനുള്ള ശ്രമമാണ് ഈ വോട്ടർ പട്ടിക പുതുക്കൽ എന്നും ഇതിലൂടെ വോട്ടർമാർക്കിടയിൽ വലിയ തോതിലുള്ള ഭീതി പടർത്തുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്വന്തം എം.പി. തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൽ മറുപടി പറയണമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആവശ്യം. വോട്ടർ പട്ടിക പുതുക്കുന്ന ജോലികൾക്കിടയിൽ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും ജീവഹാനിയെക്കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന കണക്കുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. സ്പെക് ഫൗണ്ടേഷന്റെ റിപ്പോർട്ട് പ്രകാരം കടുത്ത ജോലിഭാരം താങ്ങാനാവാതെ വിവിധ സംസ്ഥാനങ്ങളിലായി ഇതുവരെ 33 ബൂത്ത് ലെവൽ ഓഫീസർമാർ ജീവനൊടുക്കി. പശ്ചിമബംഗാളിലെ കണക്കുകൾ ഇതിലും ഭീകരമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾക്കിടയിൽ പശ്ചിമബംഗാളിൽ മാത്രം ചുരുങ്ങിയത് 40 സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പൗരത്വവും വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഭരണകക്ഷിയുടെ തന്നെ പ്രതിനിധി ഇത്തരത്തിൽ പ്രകോപനപരമായി പ്രതികരിച്ചത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് കാരണമാകും. സ്വന്തം പാർട്ടിയുടെ നയങ്ങളെയും രാജ്യത്തെ ഉന്നത വ്യക്തിത്വങ്ങളെയും പരസ്യമായി അധിക്ഷേപിച്ച അനന്ത് മഹാരാജിനെതിരെ ബി.ജെ.പി. എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.